Good morning. സുഖാണോ? എങ്ങനെയുണ്ട്? പഠിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലെ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. വായിച്ചു നോക്കിയാ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? വാട്ട് ഈസ് ക്വാളിറ്റി? വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? കമ്പോണൻസ് ഇതൊക്കെ പഠിച്ചാ? വായിച്ചാ? ആരെന്തൊന്നും ഇണ്ടാത്ത വായിച്ചില്ലേ? ഏതൊക്കെ വേർഡ്സുകളാണ് ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഏതൊക്കെ വേർഡ്സിന്റെ വേർഡ്സാണുള്ളത് ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഏതൊക്കെ പറയാറുണ്ട് നമ്മള്? ബ്യൂട്ടിഫുൾ, ഡ്യൂറബിലിറ്റി അല്ലെ? ഏതൊക്കെയാ? ഹെൽത്തി, പ്രൈസ് ആൻഡ് വാല്യൂ. ഓക്കെ, കമ്പോണൻസ് ഏതൊക്കെയാണ്? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പോണൻസ് എത്ര കമ്പോണൻസ് ഉണ്ടായിരുന്നു? പിന്നെ വെരി ഗുഡ്, 9 കമ്പോണൻസ്. ഇക്വിറ്റി, ടെക്നിക്കൽ കോമ്പറ്റൻസ്, യൂണിറ്റി, എഫിഷ്യൻസി, സേഫ്റ്റി, കണ്ടിന്യൂറ്റി അല്ലെ? കെ effectiveness, interpersonal relations. അപ്പൊ നമ്മള് ഓക്കെ, നമ്മള് ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇക്വിറ്റി വരെ ആയിരുന്നു അല്ലെ? ഇനി നമുക്ക് ഇഫക്റ്റീവ്നെസ് നമ്മൾ നോക്കാം കേട്ടോ. ഇനി എടുക്കാനുള്ളത് 4ാമത്തെ കമ്പോണന്റ് ആണ് ഇഫക്റ്റീവ്നെസ്. എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ? എന്താ മീനിങ് വരാം ഇഫക്റ്റീവ്നെസ്? എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ? ഫലപ്രാപ്തി. വെരി ഗുഡ്, ഫലപ്രാപ്തി. അപ്പൊ നമുക്ക് നോക്കാം ഇഫക്റ്റീവ്നെസ്. We are interested in the type of care that generate positive change in the patient's health or quality of life. We therefore provide treatments that are known to be fruitful. Example, keeping a child with diarrhea or dehydration. ഇവിടെ പറയുന്നത് ഈ ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത് ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അവർക്ക് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ലൈഫ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള സർവീസ് ആണ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞ കമ്പോണന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് എന്താണ് നല്ല രീതിയിലുള്ളൊരു ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടോ, ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ,
അവരുടെ ജീവിതം നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് ഗുണനിലവാരത്തോടു കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അതിനെയാണ് നമ്മൾ ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കണ്ടീഷൻ വന്നതിനെക്കാട്ടിലും കൂടുതൽ ഡൗൺ ആയി പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയറിനോ ഫലപ്രാപ്തി ഇല്ല എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന കെയർ കൊണ്ട് അവിടേക്ക് വരുന്ന പേഷ്യൻസിന് കണ്ടീഷൻ ചേഞ്ച് ആകുന്നുണ്ടോ, വളരെ ബെറ്റർ ആയിട്ട് പോകുന്നുണ്ടോ? അപ്പൊ എന്താണ് അതിന് ഒരു ഫലപ്രാപ്തി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കെയറിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിന് ഫലപ്രാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഒരു ചൈൽഡിന് അല്ലെ എന്താണ് ഡയേറിയ വന്നു. എന്താ ഡയേറിയ? എന്താ ഡയേറിയ? ഡയേറിയ എന്താ? വയറിളക്കം അല്ലെ? വയറിളക്കം വരുമ്പോ നമ്മൾ എന്താ ചെയ്യാറ്? ORS നമ്മൾ കലക്കി കുടിക്കാറുണ്ട് ഇല്ലേ? ORS ലായി നമ്മൾ കുടിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ഹെൽത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പനി വയറിളക്കൊക്കെ പടർന്ന് പിടിക്കുമ്പോൾ ഹെൽത്ത് വർക്കേഴ്സ് വന്നിട്ട് ആശാ വർക്കേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള ORS അല്ലെ? വയറിളക്കം ഉണ്ടെങ്കിൽ കുടിക്കാം അല്ലെ? എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് തരാറുണ്ടല്ലേ നമുക്ക്. അതാണ് അവിടെ പറയുന്നത്. ഡയേറിയ വന്ന കുട്ടിക്ക് ORS ലായനി നമ്മൾ ഇങ്ങനെ കൊടുത്തപ്പോ എന്താണ് അതിന്റെ അസുഖം ഭേദമായി. അപ്പൊ എന്താണ് അവിടെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും നമ്മളെ കൊടുക്കുന്നതിന് ഫലപ്രാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവ്നെസ്. മനസ്സിലായോ? ആ ORS എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാട്ടോ ചോദിക്കാറുണ്ട്. ORS ന്റെ ഫുൾ ഫോം Oral Rehydration Salt. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ORS. നെക്സ്റ്റ് നോക്കാം എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസിയുടെ മീനിങ്? എന്താ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് എഫിഷ്യൻസി? എന്തായിരിക്കും എഫിഷ്യൻസി? കാര്യക്ഷമത അല്ലെ? ഓക്കെ. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ at the least possible cost. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എന്താണ് എഫിഷ്യൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ at the least possible cost. എന്താണ്? കുറഞ്ഞ ചിലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കണം അല്ലെ? കുറഞ്ഞ ചിലവില് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഗുണനിലവാരമുള്ള ഹൈ ക്വാളിറ്റി കെയർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിനെയാണ് നമ്മള് കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. We are expected to make the best use of resources and avoid waste of our meager resources. Avert എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. മീഗർ എന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള, നമ്മുടെ കയ്യില് തുച്ഛമായിട്ടുള്ള കുറഞ്ഞ അളവിലാണ് തുച്ഛമായ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലാണ് റിസോഴ്സുകൾ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഒട്ടും അത് പാഴാക്കി കളയാത്ത രീതിയിൽ നല്ല ഗുണനിലവാരമുള്ള സർവീസ് യൂസ് ചെയ്തുകൊണ്ട് ഗുണനിലവാരമായിട്ടുള്ള സർവീസ് വേണം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തുച്ഛമായ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലാണ് നമ്മളുടെ കയ്യില് റിസോഴ്സുകൾ വിഭവങ്ങൾ ഉള്ളതെങ്കിൽ ഒട്ടും പാഴാക്കാതെ തുച്ഛമായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താ? We waste resources by prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying supplies and equipments we do not use. What happens when we stock more
drugs than is needed. ഇവിടെ പറയുന്നത് ആവശ്യത്തിലധികം മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ പോയിന്റ്സ് ആണ് ആ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് വൈസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ നമ്മൾ വാങ്ങിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വേസ്റ്റ് ആയിട്ട് പോകും അല്ലെ. ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം വേസ്റ്റ് ആയിട്ട് പോകുന്നത്? വേസ്റ്റ് റിസോഴ്സസ് ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്. എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ? ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അത് വേസ്റ്റ് ആയിട്ട് പോവാം. സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ് ആൻഡ് മേക്കിംഗ് ദം എക്സ്പയറി ബൈ buying supplies and equipments we do not use. എന്താ പറയുന്നത്? നമ്മള് കുറെ സ്റ്റോക്കുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ, കുറെ അധികം ഡ്രഗ്സുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ എക്സ്പയറി ആയിട്ട് പോവാം. അതുപോലെ തന്നെ എപ്പോഴും യൂസ് ചെയ്യാത്ത സപ്ലൈസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും വാങ്ങി സൂക്ഷിക്കുന്നതിലൂടെ അതെന്താണ്? നശിച്ചു പോകാം അല്ലെ, എക്സ്പയറി ആയിട്ട് പോവാം. അപ്പൊ അങ്ങനെയെല്ലാം നമ്മള് വേസ്റ്റുകളായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? കുറെ അധികം മരുന്നുകൾ അല്ലെ, ആവശ്യത്തിലധികം സാധനങ്ങൾ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. പ്രിസ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താണ് ആവശ്യത്തിൽ അധികം നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രഗ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്തിലൂടെ, ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വേസ്റ്റുകളായിട്ട് പോവാം. അതുപോലെ തന്നെ കുറെ സ്റ്റോക്കുകൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിലൂടെ അതെന്താണ്? എക്സ്പയറി ആയിട്ട് പോകാം. അതുപോലെ തന്നെ എപ്പോഴും യൂസ് ചെയ്യാത്ത സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിലും അതും എന്താണ്? നമ്മള് വാങ്ങി വെക്കുന്നതിലൂടെ അതും വേസ്റ്റ് സംഭവിക്കാം. ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തുച്ഛമായിട്ടുള്ള റിസോഴ്സുകളാണ് ഉള്ളതെങ്കിൽ അതൊട്ടും പാഴാക്കാതെ തന്നെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് അവിടെ പറയുന്നത്. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് എ ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഇതാണ് കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി നോക്കാം. Continuity implies that the client receive the full range of health services he or she needs, and that when the case is beyond us, we refer him or her to right level for further care. ഇവിടെ പറയുന്നത് പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് ആരോഗ്യ സേവനങ്ങൾ നമ്മൾ ഫുൾ റേഞ്ചിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വാഞ്ചകൾ മനസ്സിലാക്കി നമ്മൾ ഫുൾ റേഞ്ചിൽ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കണം. ഇപ്പോ പകുതിയിൽ വെച്ച് ഒരാളുടെ ട്രീറ്റ്മെന്റുകൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഭേദമാകുമോ അല്ലെങ്കിൽ അത് പൂർണ്ണമാകുമോ, കംപ്ലീറ്റ് ആകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ ആ രോഗം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഔട്ട് പേഷ്യന്റ് ഇൻ പേഷ്യന്റ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അതിനകത്തൊക്കെ. എന്താണ് ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരാഴ്ചയായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ ഡോക്ടർ നമ്മൾ ചിലപ്പോ നെക്സ്റ്റ് മന്ത് പോകുമ്പോ നമ്മള് അവിടെ ചെല്ലുമ്പോഴായിരിക്കാം ഡോക്ടർ പറയുന്നത് അവിടെ ഡോക്ടർ ഇല്ല, ഡോക്ടർ മാറിപ്പോയി. അപ്പൊ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ആ മാസം മൊത്തം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളായിരിക്കാം. പിന്നീട് അവിടെ എന്താണ് രണ്ടാമത്തെ മാസം ചെല്ലുമ്പോ ഡോക്ടർ ഇല്ല എന്ന് പറയുമ്പോ ആ കണ്ടിന്യൂറ്റി അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട് അല്ലെ, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ ചില ഹെൽത്ത് കെയർ ഫെസിലിറ്റീസോ നമ്മള് രോഗികളെ കൊണ്ട് ചെല്ലുമ്പോൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ട് ചെല്ലുന്നതെങ്കിൽ അവിടെ നിന്ന് എന്താണ് നമ്മളെ റെഫർ ചെയ്തിട്ട് വിടാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് കണ്ടിന്യൂറ്റിക്ക് ഒരു തടസ്സമാണ് അല്ലെ. ഓക്കെ, കണ്ടിന്യൂറ്റി മേ ബി അറ്റൈൻഡ് ബൈ ദ patient seeing the same primary health care worker or by keeping exact health records so that another staff can have sufficient information
ടു ഫോളോ അപ്പ് ദ പേഷ്യന്റ്. ഇനി നമ്മൾ എന്താണ് ഇപ്പോ സെയിം ഹോസ്പിറ്റലിൽ നമുക്ക് ജലദോഷം വന്നാലും പനി വന്നാലും ഒക്കെ നമ്മൾ സെയിം ഹോസ്പിറ്റൽ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോവാറ് ഇല്ലേ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ പനി വന്നാൽ വേറെ ഹോസ്പിറ്റലിൽ, ചുമ വന്നാൽ വേറെ ഹോസ്പിറ്റലിൽ പോവാറുണ്ടാവും ഇല്ലേ? നമ്മളെന്താണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കായാലും കുട്ടികൾക്കായാലും ഏതൊരു അസുഖം വന്നാലും അവര് പറയാറുണ്ടല്ലേ. ഇപ്പോ മുതിർന്നവര് പറയുന്നത് കേൾക്കാം. ഇപ്പോ എന്താണ് മക്കൾക്കൊക്കെ ഇങ്ങനെ അസുഖം വരുമ്പോ അവരെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ ചിലപ്പോ പനിച്ചുകൊണ്ടിരിക്കുന്ന ആളെയായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോത്തിന് എന്താണ് പനിയൊന്നുമില്ല, വേർത്ത് കുളിച്ചിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ് ശരിക്കും ആ ഡോക്ടറെ കണ്ടാ മതി എന്ന് പറയുന്നവരുണ്ട് ഇല്ലേ? നമ്മൾ സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കാണുമ്പോഴും അല്ലെ. അപ്പൊ എന്താണ് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും കൈക്കുള്ളിൽ തന്നെ എന്ന് പറയാറുണ്ടല്ലോ ഇത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഒരു രോഗത്തിനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ നമ്മളുടെ ഹെൽത്ത് റെക്കോർഡ് അവിടെ ഉണ്ടാവും, നമ്മുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, പിന്നെ നമ്മുടെ എന്തൊക്കെ മെഡിസിൻസുകളാണ് നമുക്ക് തരുന്നത് ആ ഡോക്ടർക്ക് അറിയാൻ പറ്റും അല്ലെ. എന്തെങ്കിലും അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് റെക്കോർഡ് അവിടെ ഉണ്ടാവും, അതനുസരിച്ചിട്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പുകൾ തരാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എന്തൊരു രോഗം വന്നാലും ഏതൊരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്, അത് ആ രോഗം വരുമ്പോൾ അല്ലെങ്കിൽ പല രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് അറിയാൻ പറ്റും നമുക്ക് എന്ത് അസുഖമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, ഇനി എന്തൊക്കെ മരുന്നുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഡോക്ടർക്ക് കണ്ടിന്യൂറ്റി അല്ലെ, അതാണ് അവിടെ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് റെക്കോർഡും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കണ്ടിന്യൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കിയേ, നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂറ്റി പറഞ്ഞു, എഫിഷ്യൻസി പറഞ്ഞു, ഇഫക്റ്റീവ്നെസ് പറഞ്ഞു കേട്ടോ. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
അയച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് സേഫ്റ്റി. Safety implies that when providing health services may reduce the nearest meaning injuries, infections, harmful after effect and other dangers to clients and to staff. ഇവിടെ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റിയിലെ ആരോഗ്യ സേവനങ്ങൾ നമ്മൾ സേഫ്റ്റിയോട് കൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്താണ് ഇഞ്ചുറീസ് നമുക്ക് മിനിമം ആക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി അതുപോലെ തന്നെ ഹാർംഫുൾ എഫക്ട് അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് സേഫ്റ്റിയോട് കൂടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും, ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ദോഷകരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇഫക്റ്റുകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താ, when providing quality care we should not put the patient's life at risk. For example, we should not give an insecure blood to patient and thereby infect them with the HIV and AIDS. എന്താ പറയുന്നത്, നമ്മള് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് സെക്യൂർ ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള ബ്ലഡുകൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്, HIV അതുപോലെ തന്നെ എയ്ഡ്സ് പോലുള്ള രോഗങ്ങള് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെക്യൂർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ജനങ്ങൾക്കും സെക്യൂർ ആയിട്ട് നമ്മള് ഗുണനിലവാരമുള്ള കെയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പല പല ഇൻഫെക്ഷൻസ് രോഗികൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസുകളുണ്ട്. ഇനി എന്താ, ഇന്റർപേഴ്സണൽ റിലേഷൻസ്. Inter refers to the relationship between us and our client and the communities between health managers and their staff. We should show respect to our clients, feel of for our patients, but not rude or shout at them, not relieve information we get from the patients to other people. This will give rise to a good relations and trust between the clients or communities and us. Clients regard good interpersonal relationship as an important feature of a quality of care. അവിടെ ഉദ്ദേശിക്കുന്നത് interpersonal relationship അല്ലെ, വ്യക്തി ബന്ധങ്ങൾ. Okay, it refers to the relationship between us and our clients. Us എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ കേട്ടോ, സ്ഥാപനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ഥാപനം, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല്, അതിന്റെ ക്ലയൻസ് ഉണ്ടാവും, കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും, ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ടാവും, മറ്റു സ്റ്റാഫുകൾ ഉണ്ടാവും. അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കണം. അപ്പൊ ഹോസ്പിറ്റൽസിലായാലും ഹോസ്പിറ്റലിലെ സ്ഥാപനവും കമ്മ്യൂണിറ്റീസും ഹെൽത്ത് മാനേജേഴ്സും മറ്റ് സ്റ്റാഫുകള് അതുപോലെ തന്നെ എല്ലാവരുമായിട്ട്
കൂടിച്ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കോർഡിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ സക്സസ് ഉണ്ടാവാനായിട്ട് സാധിക്കണം അല്ലെ. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെന്താ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അല്ലെ. പേഷ്യൻസ് ഇല്ലാതെ ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്ന പേഷ്യൻസിനോട് നമ്മള് നല്ല രീതിയിൽ നല്ല കംഫർട്ടബിൾ ഫീൽ ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ അവരോട് റൂഡായിട്ട് പെരുമാറാൻ പാടില്ല അല്ലെ, ഷൗട്ട് ചെയ്യാൻ പാടില്ല, പരോക്ഷമായിട്ട് അവരോട് സംസാരിക്കാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ പേഷ്യൻസിന്റെ ചിലപ്പോൾ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ എന്താണ് പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടും നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവാനായിട്ടും സാധിക്കുന്നുണ്ട് അല്ലെ. വിശ്വാസം ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇനി എന്താ, അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്, വ്യക്തി ബന്ധങ്ങളാണ് അല്ലെ. രീതിയിൽ അവരോട് പെരുമാറാം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ബിഹേവ് ചെയ്യാം, റൂട്ടായിട്ട് പെരുമാറാതിരിക്കാം. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ടത് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പിന്നെയും ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട്. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്, എമ്യൂണിറ്റീസ്. എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ അല്ലെ, ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. These are features that can be given by our health facilities to make life smoother and pleasant for clients. ഇവിടെ പറയുന്നത് നല്ല രീതിയിലുള്ളൊരു ഫെസിലിറ്റീസ് നമ്മൾ ഹോസ്പിറ്റൽസിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, പേഷ്യൻസിന്റെ ലൈഫ് സുഖകരമാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. They contribute to clients contentment എന്ന് പറഞ്ഞാല് satisfaction and make client ready to use your service. For example, comfortable seats, television sets, music, educational materials, educative video films, etc. at the OPD അല്ലെ. നമ്മള് ഇപ്പോ ഹോസ്പിറ്റൽസിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമില് ടെലിവിഷൻ സെറ്റ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വാർഡിലായിട്ടുണ്ടെങ്കിലും ടെലിവിഷൻ സെറ്റ്സുകളൊക്കെ അവിടെ ഉണ്ടാവും അല്ലെ. പിന്നെ നമ്മളിപ്പോ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തൊക്കെ വരുന്നിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ TV നമുക്ക് ഉണ്ടാവും, TV കാണാൻ പറ്റും. ന്യൂസ് ഒക്കെ ഇങ്ങനെ പോകുന്നത് കാണാം അല്ലെ, ന്യൂസ് ഒക്കെ വെച്ച് തരാറുണ്ട് അവര്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, ആർട്ടിക്കിൾസ് അല്ലെ, അവരുടെ പുതിയതായിട്ട് അവര് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വായിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കില്ല. അങ്ങനെയുള്ള സൗകര്യങ്ങള്, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, അവരുടെ ജീവിതം സുഖമാക്കാനും സുഖകരമാക്കാനായിട്ടും സാധിക്കുന്നുണ്ട് അല്ലെ. അത് മുഷിച്ചിലുണ്ടാവാതെ അവിടെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ്, വായിച്ചു നോക്കാം. സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, immunity.
വെച്ച് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ആണ് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് എന്താ മീനിങ് വരാം? പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് കാഴ്ചപ്പാട് കേട്ടോ. ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സർവീസ് ഡെലിവറി. അപ്പോ എന്താണ്? ഹെൽത്ത് സ്റ്റാഫുകള്, ഹെൽത്ത് മാനേജേഴ്സ്, ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ്, ഇവരെല്ലാവരും ഒരു സർവീസ് കൊടുക്കുന്നതിന്റെ പങ്കാളികളാണെന്നാണ് പറയുന്നത്. Each of these group may hope for different things from health services. എല്ലാവർക്കും അവരുടെ ഓരോരുത്തരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ആൻമരിയകള്, അല്ലെങ്കിൽ ആൻമരിയുടെ കാഴ്ചപ്പാടായിരിക്കില്ല ആഷ്ലിക്ക് ഉള്ളത്, അല്ലെ? എന്താണ്? എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഉള്ളത്, അല്ലെ? നമ്മളെല്ലാവരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഡിഫറെന്റ് ആയിട്ടായിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എനിക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഹെൽത്ത് കെയർ മാനേജർക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ക്ലയന്റിനുള്ളത്, ക്ലയന്റിന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ഹെൽത്ത് സ്റ്റാഫിനുള്ളത്. ഓക്കെ, എല്ലാവരുടെയും വ്യത്യസ്തമാണ്. ഇനി എന്താ? ക്വാളിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് കേട്ടോ ഇതിൽ പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് പോയിന്റ്, എ പേഷ്യന്റ് ഓർ ക്ലയന്റ്. നോക്കാം. റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ country reveals that our patient or clients require service that. ഇവിടെ പറയുന്നത് ഡിഫറെന്റ് കൺട്രീസിൽ നിന്നും റിവീൽ ചെയ്യപ്പെട്ട ഒരുപാട് റിസർച്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഡിഫറെന്റ് കൺട്രീസിൽ നിന്നും റിവീൽ ചെയ്യപ്പെട്ട പേഷ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് delivered on time by friendly and respectful staff. എന്താണ്? ഈ നമ്മള് കൃത്യമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. കൃത്യമായിട്ടുള്ള ഓൺ ടൈമിൽ, അല്ലെ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സാക്ട് ടൈമില് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? കൃത്യമായിട്ടുള്ള ടൈമില് സർവീസ് ഡെലിവർ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ സ്റ്റാഫുകള് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറണം. സേഫ്റ്റി, അല്ലെ? സേഫ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഗുണനിലവാരമുള്ള കെയർ, അല്ലെ? കെയർ പ്രൊവൈഡ് ചെയ്യാം. ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്. അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന പേഷ്യൻസിന് എന്താണ്? കണ്ടീഷൻ മോശമായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഒന്നുകൂടിയും കണ്ടീഷൻ മോശമാകുന്ന രീതിയിലാണോ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്? അല്ല, അല്ലെ? കണ്ടീഷൻ ബെറ്റർ ആവുന്ന രീതിയിൽ വേണം ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട്. പോസിറ്റീവ് റിസൾട്ട് ജനറേറ്റ് ചെയ്യാം. ആൻഡ് they can afford. എന്താണ്? സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. Provided them with sufficient information about their condition and treatment. ഇനി ഓരോ പേഷ്യൻസിനൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും, അല്ലെ? എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെ മരുന്നുകളാണ് രോഗികൾക്ക് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ഫാമിലിക്ക് ആയാലും പേഷ്യൻസിനായാലും ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. Provide them with all the drugs they required. എന്തൊക്കെ മരുന്നുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസുകൾ പ്രൊവൈഡ് ചെയ്യാം. Give privacy, സ്വകാര്യത ഉറപ്പുവരുത്താം. Are within their reach and give in a language they can understand. ഓരോ രോഗികൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട്. അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് രോഗിയുമായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ആണ് the health staff.
The health provider can provide a quality care if he or she has sufficient knowledge and skills. അപ്പോൾ ഇവിടെ പറയുന്നത് ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലും അതുപോലെ തന്നെ നോളജും ആർക്കുണ്ടാവണം, ഈ ഹെൽത്ത് സ്റ്റാഫിന് ഉണ്ടാവണം. Adequate resources, staff, drug, supplies, equipments and transport, etc. ഇനി അതുപോലെ തന്നെ അവർക്ക് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ വേണ്ട രീതിയിലുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവണം, ഡ്രഗ്സുകൾ അവൈലബിൾ ആയിരിക്കണം, സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട് ഇതൊക്കെ അത്യാവശ്യമാണ്, അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം. സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, എന്താണ് സേഫ്റ്റി ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസ് അവിടെ അവൈലബിൾ ആക്കാം. ഓപ്പർച്യൂണിറ്റി ടു frequently improve himself or herself is well paid and rewarded for good work. അതുപോലെ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അല്ലെ, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള നല്ല രീതിയിലുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം, റിവാർഡുകൾ, അല്ലെ, പാരിതോഷികങ്ങള് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാഫുമായിട്ട്, ഹെൽത്ത് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താ, ഹെൽത്ത് കെയർ മാനേജർ. The health care manager considered quality care. ഹെൽത്ത് കെയർ മാനേജർ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, ക്വാളിറ്റിയെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Managing efficiently the resources of the health facility. എന്താണ്, ഹോസ്പിറ്റലിലെ റിസോഴ്സുകളെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാം. ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്, ഹെൽത്ത് സ്റ്റാഫിന് കൊടുത്തിട്ടുള്ള വർക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കൃത്യസമയത്ത് അവർ തീർക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. Health staff be frequently supported and supervised. Health സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് കെയർ മാനേജർ കറക്റ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം, അവരുടെ കോൺഫിഡൻസ് ഉയരുന്നുണ്ട്, അല്ലെ, സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും, കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും, അവരെ സൂപ്പർവൈസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളിലും സൂപ്പർവൈസ് ചെയ്യാം. പിന്നെന്താ, ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. പേഷ്യൻസിന് കെയർ കൊടുക്കാൻ രീതിയിലുള്ള, മതിയാവുന്ന രീതിയിലുള്ള കഴിവുള്ള ജീവനക്കാരുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻ, എന്താണ്, ഡിസിപ്ലിൻ പാലിക്കാം. പിന്നെന്താ, പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, അവരുടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള, വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ മാനേജർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, വായിച്ചു നോക്കിയേ.
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അക്രഡിറ്റേഷൻ? ഇല്ല, ആരും കേട്ടിട്ടില്ല. എന്താ മീനിങ് വരാ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അംഗീകാരം. ഓക്കെ, അംഗീകാരം, അനുമതി അല്ലെങ്കിൽ അംഗീകാരം കേട്ടോ. നോക്കാം. Accreditation agency is an entity separate and distinct from the healthcare organization, normally not governmental. എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അംഗീകാരം കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അക്രഡിറ്റേഷൻ നമുക്ക് വെറുതെ ഒന്നും ഓരോ സ്ഥാപനങ്ങൾക്കും അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ ഗവൺമെന്റൽ സ്ഥാപനം കൂടിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ്. ഇനി അംഗീകാരം അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ വെറുതെ ഒന്നും ഓരോ സ്ഥാപനങ്ങൾക്കും കൊടുക്കാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും? സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ഓരോ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ നാക് ഒക്കെ കേട്ടിട്ടുണ്ടോ? നാക് കോളേജുകൾക്ക് കിട്ടുന്നത്. നാക് ഇല്ലേ? ആരും കേട്ടിട്ടില്ല? നാക് ആരും കേട്ടിട്ടില്ലേ? ഓക്കെ, കോളേജുകൾക്ക് കിട്ടുന്ന അംഗീകാരം. ഓക്കെ, അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഓരോ ചില സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ കോളേജ് പാലിച്ചിട്ടുണ്ടോ നോക്കിയിട്ടാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. 3 പോയിന്റ്സ് ആണ് അതിലുള്ളത്. നോക്കിക്കോളൂ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ക്ലിയർ ആയോ കൺസെപ്റ്റ് എന്താണെന്ന്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കാം. ആ 3 പോയിന്റ് നോക്കിയേ. Assess the healthcare organization to decide if it meets a set of needs, standards planned to improve the safety and quality of care. എന്താ പറയുന്നത്? Assess the healthcare organization to decide if it meets a set of needs planned to improve the safety and quality of care. നമ്മൾ പറഞ്ഞിരുന്നു ഹോസ്പിറ്റൽസിന് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് അവർ പാലിച്ചാൽ മാത്രമാണ് അംഗീകാരം കിട്ടുകയുള്ളൂ അല്ലെ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സുകൾ കൊടുത്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പരിചരണത്തിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓഡിറ്റിലൊക്കെ പഠിച്ചില്ലേ എന്താണ്? ആ പരിചരണം ഗുണനിലവാരമുള്ള കെയർ രോഗികൾക്ക് കൊടുക്കുകയും അത് സേഫ്റ്റിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അത് നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള അംഗീകാരം ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു
ചില സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാകും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ഹോസ്പിറ്റലുകൾ എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്, ഹോസ്പിറ്റലുകള് അവർക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സുകൾ അവർ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് അംഗീകാരം കൊടുക്കുന്നത്, സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അംഗീകാരം കൊടുക്കുന്നുള്ളൂ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത്, പരിചരണത്തിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇനി എന്താ രണ്ടാമത്തെ പോയിന്റ്, അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വമേധയാ. ഓക്കെ, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് എന്താണ്, സ്വമേധയാ ഉള്ളൊരു പ്രേരണയാണ്. ഓക്കെ, ഒരിക്കലും ആരുടെയും പ്രേരണയാലോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് വഴിയോ ഒന്നുമല്ല ഈ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. അതൊരു വോളണ്ടറി അല്ലെ, സ്വമേധയാ ഉള്ളൊരു നടക്കുന്ന ഒരു പ്രേരണയാണ്. പിന്നെ എന്താണ്, ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ as an effective quality assessment and management tool. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മനസ്സിലായോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ഗവൺമെന്റ് സ്ഥാപനമാണ് അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. ഇനി അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഓരോ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുക എന്നതാണ് അക്രഡിറ്റേഷന്റെ മീനിങ് വരുന്നത്. ഇനി അതുപോലെ തന്നെ അംഗീകാരം വെറുതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ചില സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും അല്ലെ. ആ സ്റ്റാൻഡേർഡ്സുകൾ അവർ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റാൻഡേർഡുകൾ വെച്ചിരിക്കുന്നത്, പരിചരണത്തിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആണ് അല്ലെ, യൂഷ്വലി വോളണ്ടറി ആണ്, സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. ആരുടെയും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയാലോ നടക്കുന്ന ഒരു പ്രോസസ് അല്ല. പിന്നെ എന്താണ്, ഗുണനിലവാരത്തിന്റെ കെയർ കൊടുക്കുന്നതിനും ഗുണനിലവാരമുള്ള കെയർ രോഗികൾക്ക് കൊടുക്കുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, അക്രഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞല്ലേ, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, കമ്പോണൻസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ലാസ്റ്റ് വൺ എംപതി. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.